എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ചേഞ്ചസ് ലൈഫിൽ വരുന്നുണ്ടോ? പൂജാ സമയമാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഇന്നലെ റെക്കോർഡ് ചെയ്തതാണ് കേട്ടോ. പറയാണ് ഇതായിട്ട്. അതുകൊണ്ട് ഞാൻ ഒബ്സ്റ്റിക്കിൾസ് മാത്രമേ ഇന്ന് നോക്കുന്നുള്ളൂ. കാരണം കറണ്ട് എനർജി ഞാൻ അന്നൊന്നും നോക്കി പറയാൻ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഒബ്സ്റ്റിക്കിൾസ് എന്താണ്, അത് മാറിയിട്ടുണ്ടോ എന്ന് മാത്രം നമുക്കിന്ന് നോക്കാം. വിജയദശമിയുടെ അന്ന് വിശദമായിട്ട് വീഡിയോ ഇടാം കേട്ടോ. ഓക്കെ, അതുവരെ മറ്റേ ആൽഫബറ്റ് റീഡിങ് കാണാത്തവർ അത് കണ്ടോളും. ഓക്കെ, ഷോർട്സ് എന്നിടും. നാളെ എന്തായാലും ഇല്ല, ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്യാൻ കാരണം നാളത്തേക്ക് വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. അഷ്ടമിയുടെ അന്ന് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നവമിയുടെ അന്ന് വീഡിയോ ഉണ്ടാവില്ല. ഓക്കെ, ഇനി ദശമിക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതിന്നിപ്പോൾ സപ്തമിയുടെ അന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചു ഓൾറെഡി, അതുകൊണ്ടാണ് ഇത് ഇടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള തടസ്സങ്ങൾ, ഒബ്സ്റ്റക്കിൾസ് എന്താണ്, അത് മാറിയിട്ടുണ്ടോ. കാരണം നമ്മളിത് നേരത്തെ നോക്കിയിട്ടുള്ളത് തന്നെയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് എന്തുകൊണ്ട്, എനർജി ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വീക്ക്ലി വൺസ് ഒക്കെ ഞാൻ നോക്കാറുണ്ട്. എല്ലാം ഒരു സൈക്കിളായിട്ട് ഓരോ വീഡിയോ ആയിട്ട് ചെയ്തു പോകാറുണ്ട്. അപ്പോൾ അതുമല്ല സബ്സ്ക്രൈബേഴ്സ് കൂടി വരുന്നുണ്ട്. അപ്പോൾ എത്ര പേരുടെ വേറെ എനർജി കണക്റ്റ് ആവുന്നുണ്ടെന്ന് കൂടെ നമുക്ക് നോക്കണമല്ലോ. കാരണം പലരുടെയും പല എനർജി ആയിരിക്കും അല്ലേ, അതുകൊണ്ട് കൂടിയിട്ടാണ്. ഓക്കെ, എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. ഇന്നത്തെ 3 ദിവസം വളരെ പവർഫുൾ ഡേയ്സാണ്. പ്രാർത്ഥിക്കുക. ഹിന്ദുക്കൾ എസ്പെഷ്യലി ദേവിയോട് പ്രാർത്ഥിച്ച് തടസ്സങ്ങളൊക്കെ മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ തുടങ്ങാം നമുക്ക്. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവും കേട്ടോ. റെസനേറ്റ് ആവാതിരിക്കാം, കാരണം ജനറലാണ്, നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. ഓക്കെ, അപ്പോൾ അത്രയും മാത്രം സീരിയസ്നെസ് കൊടുത്ത് അതിനെ എടുക്കുക. കാരണം ഇതിലൊരു നെഗറ്റീവ് വന്നു പറഞ്ഞ് തകർന്നടിഞ്ഞ് അങ്ങ് ടെൻഷൻ അടിച്ച് അങ്ങനെയൊന്നും ആവരുത് കേട്ടോ. അന്നത്തെ എനർജി അങ്ങനെ ആയിരിക്കും പിക്കായത്, നിങ്ങളുടെ എനർജി ആയിരിക്കില്ല അവിടെ പിക്കായത് എന്ന് വിചാരിച്ചോളുക. ഓക്കെ, എന്തായാലും ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ തുടങ്ങാം. നമസ്കാരം. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുള്ള ഒബ്സ്റ്റക്കിൾസ് എന്താണ് ഇപ്പോൾ സിറ്റുവേഷൻ, ഒബ്സ്റ്റക്കിൾസ് എന്താണ് ഇപ്പോൾ, ഒബ്സ്റ്റക്കിൾസ് മാറിയിട്ടുണ്ടോ, മാറാൻ സാധ്യതയുണ്ടോ ഒന്ന് കാണിച്ചു തരൂ. അവരുടെ ലൈഫിൽ റിലേഷൻഷിപ്പിലുള്ള തടസ്സങ്ങൾ എന്താണ്, ആ തടസ്സങ്ങൾ മാറാൻ സാധ്യതയുണ്ടോ ഒന്ന് കാണിച്ചു തരും. എടുക്കണേ. 9 of Pentacles, 2 of Pentacles, okay, Knight of Swords, 5 of Wands, okay, Knight of Cups, Fool, Hierophant, Devil. ഈ കാർഡ് ഈ ഒബ്സ്റ്റക്കിൾസിൽ വരുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. Wheel of Fortune, 7 of Wands, 3 of Swords, Knight of Pentacles, Knight of Wands. ഓക്കെ, എല്ലാം ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകാം കേട്ടോ. ഈ ഡെവിൾ കാർഡ് വരുന്നവിടെ അതൊരു ഒബ്സെഷൻ അല്ലെങ്കിൽ ഒരു അഡിക്ഷൻ, അതുകൊണ്ടൊക്കെ നിങ്ങൾ സഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവരുടെ ടോക്സിക് ബിഹേവിയർ കൊണ്ട് അതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ തടസ്സം. അത് വരുന്നവിടെ ഭയങ്കര പാടാണ്. ഡിവൈൻ പ്ലീസ് ഗൈഡ്, ക്ലാരിഫൈ 9 of Pentacles, ക്ലാരിഫൈ 9 of Pentacles പ്ലീസ് ക്ലാരിഫൈ 9 of Pentacles. ഈ പുതിയ ഡെക്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു കാർഡ് മറക്കേണ്ട കാര്യമില്ല. എല്ലാം നല്ല നല്ല കാർഡ്സ്, പിക്ചേഴ്സ് ആർ ഓക്കെ. അതുകൊണ്ട് ഇത് കുറച്ച് ഉപയോഗിക്കാൻ ഈസിയാണ്. 3 of Wands ആൻഡ് ദ മൂൺ. അവിടെ ഒബ്സ്റ്റക്കിൾ വരുന്നത് 2 രീതിയിലുണ്ട്. ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, ഇവർക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാം കൂടിയിട്ടാണ് കേട്ടോ.
അവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഭയങ്കര മിസ്സിങ് എനർജിയാണ്. കാരണം ലോങ് ഡിസ്റ്റൻസ് ആണ്. ഇവരുടെ ഫാമിലിയോ ആ തേർഡ് പാർട്ടി ആര് തന്നെ ആയാലും അത് ഇവരുടെ കൂടെ ഉണ്ട് താനും. ഫൈനാൻഷ്യലിയും ഇവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതേസമയം അവർ കുറച്ച് സ്വന്തം കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ പൈസ സമ്പാദിക്കുക, സേവ് ചെയ്യുക, അവരുടെ ഫാമിലിയെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല ഇവരുടെ ചുമലിലുണ്ട്, അതിലേക്ക് ഫോക്കസ് ചെയ്യുക, അങ്ങനെയൊക്കെ അങ്ങനെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരാകെ ഒരു കൺഫ്യൂഷനിലാണ്. എങ്ങനെ എന്ത് എന്നൊന്നും അറിയാത്തൊരു സിറ്റുവേഷനിൽ വേറെ ഒന്നും അവരിപ്പോൾ ആലോചിക്കുന്നില്ല. മിസ്സിങ് ആലോചിക്കുന്നില്ല പാടെയെന്ന് പറയാനും പറ്റില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ബാക്ക് ഓഫ് ദി മൈൻഡിൽ നിങ്ങളുണ്ട്. പക്ഷേ തൽക്കാലം അവർക്ക് അവരുടെ സ്വന്തം കാര്യത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്തേ മതിയാകൂ എന്നൊരു സിറ്റുവേഷനിൽ അവർ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, പൈസിസ്, മീനരാശി, 3 of Wands വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. നമ്പേഴ്സ് റിഫ്ലക്റ്റ് ആവുന്നവിടെ ഞാൻ അതും പറയാം. നമ്പർ 9, നമ്പർ 17 ആൻഡ് നമ്പർ 3 ആണ് ഇവിടെ റിഫ്ലക്റ്റ് ആയത്. ഇന്നലെ ആരോ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പേഴ്സ് ഇവിടെ ഒന്ന് പറയാം. ഒരുപാട് ലോങ് അല്ലാത്ത വീഡിയോസ് ആണെങ്കിൽ നമ്പേഴ്സ് പറയാം. ഞാൻ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ. ക്ലാരിഫൈ 2 of Pentacles, clarify 2 of Pentacles, clarify 2 of Pentacles. The Sun and 4 of Cups. ജഗ്ലിംഗ് ആയിരുന്നെങ്കിൽ അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. പലരും ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിൽ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള രീതിയിൽ ഇരിക്കണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഇവർ ജഗിൾ ചെയ്തിരുന്നത്? ജഗിൾ ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നു അവിടെ? 3 of Pentacles, തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമാണ് അവിടെ സ്ട്രഗിൾ ചെയ്തിരുന്നത് കേട്ടോ. പക്ഷെ അവിടെ അവർ നിങ്ങളെ മിസ്സ് ചെയ്യുന്നു ഭയങ്കരമായിട്ട്. അവർ റിയലൈസ് ചെയ്യേണ്ടത് നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയുമായിട്ട് വന്നിട്ടുള്ള ആൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ലൈഫിൽ വളരെ ഉണ്ടാവേണ്ടത് അവരുടെ ആവശ്യമാണ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അവിടെ തേർഡ് പാർട്ടി ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളെയാണ് ഒരുപാട് മിസ്സ് ചെയ്യുന്നതും നിങ്ങളാണ് അവരുടെ ലൈഫിൽ പോസിറ്റിവിറ്റി. നിങ്ങളുടെ കൂടെ വരുമ്പോഴാണ് അവർ ഹാപ്പി ആയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അതായത് ആ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ മറികടന്ന് അവർ വരുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. പോസിറ്റീവ് ഔട്ട്കം തന്നെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ജഗ്ലിംഗ് മൈൻഡ് ആണെങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി അവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. കപ്സ്, ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിയോ, ചിങ്ങരാശി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ക്ലാരിഫൈ നൈറ്റ് ഓഫ് സോർട്സ്. നമ്പേഴ്സ് അല്ലേ, 4, 19, 3 and 2. ക്ലാരിഫൈ നൈറ്റ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് സോർട്സ്. അതായത് കുറച്ച് എടുത്ത് ചാടി കുറച്ച് ഇമ്പൾസീവ് ആക്ഷൻസ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അത് നിങ്ങൾക്ക് ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട്. അതായത് നിങ്ങൾ പറയുന്നൊന്നും ഇവർ കേൾക്കുന്നുണ്ടാവില്ല. നിങ്ങൾ നല്ലത് പറഞ്ഞാലും അത് ചാടി കയറി എതിർത്ത് പറയുക. എപ്പോഴും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവരുടെ എന്ന് വെച്ചാൽ ഇവരുടെ സ്വഭാവമാണ്. നിങ്ങൾക്ക് ദേഷ്യം, എടുത്ത് ചാട്ടം, ആലോചനയില്ലായ്മ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇറിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട് ഇവർ. നിങ്ങൾ എത്ര പറഞ്ഞാലും ഇവർ കേൾക്കില്ല. അങ്ങനത്തെ അതായത് ഒരു മെച്യൂരിറ്റി ഇല്ലാതെ പോലെ ഇവർ പെരുമാറും. കൊച്ചുകുട്ടികളെ പോലെ പെരുമാറും ചില സമയത്ത്. അത് എപ്പോഴും എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇമ്പൾസീവ് ആക്ഷൻ, എടുത്ത് ചാട്ടം, ഇതെന്താ ഇങ്ങനെ എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത വരുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. നിങ്ങൾ ചിലപ്പോൾ വഴക്ക് പറയണ്ടാവും. അവരുടെ ആ സ്വഭാവമാണ് അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഈ റിലേഷനിൽ മുന്നോട്ട് പോയാൽ ശരിയാകുമോ എന്നൊരു ചിന്ത നമുക്ക് വരുമല്ലോ. ഈ സ്വഭാവം വെച്ചിട്ട് എങ്ങനെ ലൈഫിൽ മുന്നോട്ട് പോകും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു ഘട്ടം വരും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ്, അവരല്ല, നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർക്കാണ് ഇമ്പൾസീവ് ആക്ഷൻ ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ വിഷമത്തിലാണ്. നിങ്ങൾ വിട്ടുപോകുന്നത് അവർക്ക് സഹിക്കാനും പറ്റില്ല. പക്ഷെ ഇവർക്ക് എടുത്ത് ചാട്ടം നിർത്താനും പറ്റുന്നില്ല.
അപ്പം നിങ്ങളെ സമാധാനിപ്പിക്കണം എന്നുള്ള ചിന്തയിലാണത്. നിങ്ങൾ കുറച്ച് ഇടഞ്ഞ് തന്നെയാണ് നിൽക്കുന്നത്, വെച്ചാൽ ദേഷ്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, നിങ്ങളെ സമാധാനിപ്പിച്ച് വേണം ഇവർക്ക് ഇനി മുന്നോട്ട് പോകാൻ എന്നുള്ള സിറ്റുവേഷനിൽ അവരവിടെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അതൊരു തെറ്റൊന്നുമില്ല. കാരണം ആ സ്വഭാവം മാറി തന്നെ മുന്നോട്ട് പോയാൽ ജീവിതം മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി ദേഷ്യം കാണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. സോ ഇറ്റ്സ് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, കന്നി, വിർഗോ, ബാക്കി സോട്സ് തന്നെയാണ്. ക്ലാരിഫൈ 5 of wands, ക്ലാരിഫൈ 5 of wands, ക്ലാരിഫൈ 5 of wands. ഇതിൻ്റെ നമ്പേഴ്സ് പറഞ്ഞില്ല. നമ്പർ 9 മാത്രമേ ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ടുള്ളൂ. ക്ലാരിഫൈ 5 of swords, ക്ലാരിഫൈ 5 of swords, ക്ലാരിഫൈ 5 of swords. വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് ഏസ് ഓഫ് വാൻഡ്സ്. അവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് അവർ നിൽക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ വഴക്കോ ആയിക്കാണ്. 2 സിനാറിയോ ആണ്. ഒന്നുകിൽ ഇവർ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു ഭയങ്കരമായ വഴക്ക് നടന്നിട്ടുണ്ട്. പക്ഷേ ഇവർ ചിന്തിക്കുന്നത് ഈ സമയവും മാറി വരും, ഒരു ഗുഡ് ലക്ക് വരും. അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്, നിങ്ങൾ അവർക്കൊരു മറുപടി കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുകയാണ്, നിങ്ങൾക്കൊരു മറുപടി തരുന്നില്ല. അങ്ങനെ എന്തോ ആവാം. ഓക്കെ, കാരണം രണ്ടും കണക്റ്റ് ആവും ഇവിടെ. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സണാണ് കൺഫ്യൂസ്ഡ്, അല്ലെങ്കിൽ നിങ്ങളാണ് കൺഫ്യൂസ്ഡ്. അതുകൊണ്ട് അവർ ഒരു സ്നേഹം അഭ്യർത്ഥനയൊക്കെ നടത്തിയപ്പോൾ നിങ്ങളൊരു തീരുമാനം പറയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരൊരു തീരുമാനം പറയുന്നുണ്ടാവില്ല. പക്ഷെ ആ സമയവും മാറി വരും എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ആ ഡിവൈൻ മാറി, അതായത് ഡിവൈനിൻ്റെ ഇൻ്റർഫിയറൻസ് കൊണ്ട് ആ സിറ്റുവേഷൻ മാറി വന്ന് നിങ്ങളുടെ ഇടയിൽ ഒരു നല്ല തുടക്കം, ഒരു റൊമാൻറ്റിക് ബിഗിനിങ് ഉണ്ടാവും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ആദ്യത്തെ കാർഡ് കണ്ടപ്പോൾ നമുക്ക് അയ്യോ എന്ന് തോന്നിയില്ലേ, കൺഫ്യൂഷനൊക്കെ കണ്ടപ്പോൾ. പക്ഷെ പിന്നീട് അത് മാറി വന്നത് കണ്ടോ, അങ്ങനെയാണ്. നമ്പർ 10, നമ്പർ 5, നമ്പർ 1. ഓക്കെ ഓക്കെ, ഏസ് ഓഫ് 2 മോൺസ് തന്നെയാണ് അവിടെ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് കപ്സ്, clarify knight of cups, clarify knight of cups. The devil and queen of cups. അവർ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തോ പെരുമാറിയിട്ടുണ്ട്. ഇവരുടെ ഒബ്സസ്ഡ് ബിഹേവിയർ ആണ് നിങ്ങൾക്ക് ചില സമയത്ത്, അതായത് ഓവർ ഇമോഷണൽ ആയിട്ട് ഇവർ ചിലപ്പോൾ പെരുമാറുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ. സ്നേഹമാണെങ്കിൽ അങ്ങേ അറ്റം സ്നേഹം, ഇങ്ങനെ വിടാതെ പുറകെ നടക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ലൈക്ക് ഓവർ എന്താ പറയുക, അറ്റാച്ച്മെൻ്റ് ആയിട്ട് ഒരു അഡിക്ഷൻ പോലെ നിങ്ങളുടെ അടുത്ത് പെരുമാറുക. നിങ്ങളൊരു 5 മിനിറ്റ് വിളിക്കാൻ വൈകി അതൊരു വലിയ ഇഷ്യൂ ആക്കി, എന്തുകൊണ്ട് വിളിച്ചില്ല, അയ്യോ ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടല്ലോ. അതായത് ഓവറായിട്ട് ഇവരെ വെച്ചാൽ അവർക്ക് ഒരു റിപ്പൾഷൻ തോന്നും. നമ്മളിങ്ങനെ ഒരുപാട് ഇമോഷണലായിട്ട് അവരെ പിടിച്ച് വെക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ അവർ ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന കണ്ടു, നിങ്ങൾക്ക് ഉടനെ ടെൻഷനായി, ഇവർ എന്നെ വിട്ടു പോവുകയാണോ, സംശയം, അങ്ങനെ സംശയം തോന്നുക, ഓവർ ഒബ്സസ്ഡ് ആയിട്ട് ഇവരുടെ അടുത്ത് പെരുമാറുക, അങ്ങനെയൊക്കെ. ഇവരെ വിടാതെ ഇവരെന്ത് ചെയ്യുമ്പോഴും നിങ്ങൾ കണ്ണെടുക്കാതെ ഇവരെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കും അല്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിൽ നിന്നും മാറി മുന്നോട്ട് പോകണം. സിറ്റുവേഷൻ അതാണ്, ഒബ്സ്റ്റേക്കിൾ അതാണ്. അവിടെ അവർക്കത് ഒരു എന്താ പറയുക, അവർക്കൊരു ക്ഷമകേട് ഉണ്ടാക്കുന്നു. അത് അവിടെ ഇത് ഇത്രയും ഇങ്ങനെയൊക്കെ സഹിക്കേണ്ട ആവശ്യമുണ്ടോ, ഇത്രയും ഇങ്ങനെയൊന്നും സഹിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് അവർ ചിന്തിക്കുന്ന രീതിയിൽ ഉള്ളൊരു ഒബ്സഷൻ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾ മാറി വരണം ആ സ്വഭാവം കേട്ടോ. അത്രയും ഒബ്സസ്ഡ് ആവരുത്. അവർക്ക് ഇച്ചിരി ഫ്രീഡം കൊടുക്കൂ. നിങ്ങളുടെ പേഴ്സൺ എവിടെയും പോകുന്നില്ല. ഓക്കെ, അവർക്ക് നിങ്ങളോട് സ്നേഹം തന്നെയാണ്. പക്ഷെ ഓവർ ഒബ്സഷൻ ആയാൽ അതും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തിരിച്ചും ആവാം. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ആവാം. രണ്ടായാലും ബുദ്ധിമുട്ട് തന്നെയാണ്. അതായിരിക്കും ഒബ്സ്റ്റേക്കിൾ അവിടെ. ഓക്കെ, ഡെവിൾ വന്നിട്ട് 15, നമ്പർ 15 മാത്രമേ അവിടെ റിഫ്ലക്റ്റ് ആയിട്ടുള്ളൂ. കാപ്രിക്കോൺ മകര രാശി, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ബാക്കി കേട്ടോ. ക്ലാരിഫൈ ദ ഫൂൾ, ക്ലാരിഫൈ ദ ഫൂൾ, ക്ലാരിഫൈ ദ ഫൂൾ. ഡെത്ത്. ഓക്കെ, കിങ് ഓഫ് കപ്സ് അവിടെ വളരെ പോസിറ്റീവ് എനർജിയാണ്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് അവർക്ക് വേണം.
അവിടെ ഒബ്സ്റ്റിക്കിളായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല കേട്ടോ. അതെന്താ അവിടെ ഒബ്സ്റ്റിക്കിളായിട്ട് വന്നതെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ ഒരു ഇമ്മച്വർ ബിഹേവിയർ, എടുത്ത് ചാടി തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു ഒരു ടെൻഡൻസി അവിടെ ഉണ്ട് എന്നൊരു പ്രശ്നം മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അവിടെ ഒരു ന്യൂ ബിഗിനിങ് ഒക്കെ തന്നെയാണ് നിങ്ങളുടെ ഇടയിൽ കാണുന്നത്. കാരണം അവിടെ ഒരുപാട് സ്നേഹമാണ്. ഈ എടുത്ത് ചാടുന്ന സ്വഭാവം ഒന്ന് നിർത്തിയാൽ, ഇമ്പൾസീവ് ആക്ഷൻ, കുട്ടിത്തരം മാറാത്ത രീതിയിലുള്ള ഒരു ആക്ഷൻസ് ഉണ്ടല്ലോ, അതൊന്ന് മാറ്റി നിർത്തിയാൽ അവിടെ വേറെ ഒരു പ്രശ്നവും കാണുന്നില്ല കേട്ടോ. അപ്പം നിങ്ങളിൽ ഒരാൾ ഇമ്മച്ചുവറായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഇവരൊന്ന് തിരുത്തി പോകേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അവിടെ അങ്ങനെ പറയത്തക്ക യാതൊരു ഇഷ്യൂസും കാണുന്നില്ല. ഓക്കെ, നമ്പർ 13 ആണ് അവിടെ റിഫ്ലക്റ്റ് ആയിരിക്കുന്നത്. ഡെത്ത് വന്നിട്ട് സ്കോർപ്പിയോ, വൃശ്ചിക രാശി, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, മേടരാശി. ക്ലാരിഫൈ ഹെയറോഫൻറ്റ്, ക്ലാരിഫൈ ഹെയറോഫൻറ്റ്, ക്ലാരിഫൈ ഹെയറോഫൻറ്റ്. ഈ സെറ്റ് ഓഫ് കാർഡ്സ് ഭയങ്കര പോസിറ്റീവ് എനർജി ഉണ്ട്. ഈ ഇപ്പോൾ പുതിയത് വാങ്ങിച്ച് അതിന് സ്ട്രെങ്ത് ആൻഡ് 6 ഓഫ് കപ്സ്. ഹെയറോഫൻറ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ മാരീഡ് സ്റ്റാറ്റസ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ രണ്ടുപേരും തന്നെയോ മാരീഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അവിടെ അതാണ് തടസ്സമായിട്ട് മാരിറ്റൽ സ്റ്റാറ്റസ്, അല്ലെങ്കിൽ അവർ കമ്മിറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ മേജർ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് ഈ മാതിരിയുള്ള വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ഫൈനാൻഷ്യൽ ആയിട്ട് ഒരാൾ മേലെ ഒരാൾ താഴെ, അങ്ങനത്തെ ഡിഫറൻസസ് ഒക്കെ ഉണ്ട്. അവിടെ ഇവർ നിങ്ങളോട് സ്നേഹം തന്നെയാണ്, അവിടെ വേറെ ഇഷ്യൂ. പക്ഷേ അവിടെ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് കുറച്ച് പ്രബലമായിട്ട് കാണുന്നത് കേട്ടോ. അവിടെ ഈ ക്ഷമയോടെ മാത്രമേ ഈ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അവർ അവിടെ ഇരുന്നുകൊണ്ട് അവർക്ക് ആ ഫാമിലിയെ വിട്ടു പോരാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ വളരെ സ്നേഹത്തോടെ ആലോചിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് ഒക്കെ ഇവർ വളരെ കാര്യമായിട്ട് തന്നെ ആലോചിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. പക്ഷേ ഇപ്പോൾ മാരീഡ് സ്റ്റാറ്റസ് ആണ് അവിടെ ഒബ്സ്റ്റിക്കിൾ, അത് അങ്ങനെ തന്നെ തുടരുന്നതായിട്ടാണ് കാണുന്നത്. നമ്പർ 5, നമ്പർ 8, നമ്പർ 6 ആണ് അവിടെ കാണുന്നത്. സ്ട്രെങ്ത് ലിയോ രാശി, ചിങ്ങം, ഇടവം, ടോറസ്, ആൻഡ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ക്ലാരിഫൈ ഡബിൾ, ക്ലാരിഫൈ ഡബിൾ, ക്ലാരിഫൈ ഡബിൾ. 3 ഓഫ് കപ്സ്, 10 ഓഫ് wands. ഓക്കെ, അതായത് നിങ്ങളുടെ അഡിക്ഷൻസ് ആണ് ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഞാൻ പറയാറില്ലേ, കൂട്ടുകെട്ടുകൾ, ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടിരിക്കുകയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, അതാണ് അവിടെ ഒരു തടസ്സമായിട്ട്. കാരണം ആൽക്കഹോൾ, സ്മോക്കിംഗ്, വേറെ രീതിയിലുള്ള ലൈക്ക് ദോസ് കൈൻഡ് ഓഫ് അഡിക്ഷൻസ്. ഓക്കെ, കൂട്ടുകെട്ടിൽ പെട്ടിരിക്കുകയാണ്, ചീത്ത കൂട്ടുകെട്ടിൽ പെട്ടിട്ട് അത് അവരുടെ മേജർ തടസ്സമായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങളുടെ ഈ ഒരു ബിഹേവിയർ അബ്യൂസീവ് ബിഹേവിയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഓവർ ഡ്രിങ്കിങ് ഹാബിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകെട്ട്, ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, സീരിയസ്നെസ് ഇല്ലാതെ, അതുമായിരിക്കാം. നിങ്ങൾ ലൈഫിൽ സീരിയസ് അല്ല എന്നവർക്ക് തോന്നുന്നു. അതുമല്ല, ഭയങ്കര ദേഷ്യം കാണിക്കുന്നുണ്ടാവും, സംശയം കാണിക്കുന്നുണ്ടാവും, അങ്ങനത്തെ നെഗറ്റീവ് രീതിയിലുള്ള ക്യാരക്ടേഴ്സ് നിങ്ങൾ കാണിക്കുന്നുണ്ടാവും, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ഓക്കെ, either way എടുത്തോളണം. അതാണ് അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത്. അത് മാറിയാൽ മാത്രമേ ഈ റിലേഷൻ മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ, കാപ്രിക്കോൺ, മകര രാശി, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. നമ്പർ 15, നമ്പർ 10, നമ്പർ 3. ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ, ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ, ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ, ക്ലാരിഫൈ വീൽ ഓഫ് ഫോർച്യൂൺ. പേജ് ഓഫ് കപ്സ്, 4 ഓഫ് wands. ഓക്കെ, അവിടെ തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ കാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ, എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ തടസ്സങ്ങൾ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു, ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ, ചക്രം തിരിഞ്ഞ് നിങ്ങളുടെ ഫേവറിലേക്ക്, നിങ്ങൾക്ക് നല്ലതിനായിട്ട് തിരിഞ്ഞു വരുന്നതായിട്ട്, സമയം മാറി വരുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പേഴ്സണലിൽ നിന്നും ഒരു മെസ്സേജ്, കോള്, അല്ലെങ്കിൽ അവർ നിങ്ങളെ കാണാൻ വരുന്ന സമയത്ത് ഒരു പ്രപ്പോസലോട് കൂടി തന്നെയാണ് അവർ വരുന്നത്, ഒരു പോസിറ്റിവിറ്റിയോടുകൂടി. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള ഒരു പോസിറ്റിവിറ്റിയിൽ തന്നെയാണ് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, നമ്പർ 10, നമ്പർ 4. ഓക്കെ,
ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. Clarify 7 of Wands. Clarify 7 of Wands. Clarify 7 of Wands. 9 of Swords, 4 of Swords. അവിടെ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടോട്ടലായിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയായിരിക്കും. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കും. അവിടെ നിങ്ങളും അവരും ആയിരിക്കാം. ഭയങ്കര സ്ട്രെസ്സിലാണ്, ഉറക്കമില്ലായ്മയാണ്. രണ്ട് സൈഡിലും തന്നെ അങ്ങനെയാണ് കാണുന്നത്. ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സെപ്പറേഷനിലിരിക്കുകയാണ്. പക്ഷെ ഭയങ്കര സ്ട്രെസ്സ് അനുഭവിക്കുന്നുണ്ട്. ഉറക്കമില്ലായ്മയാണ് രണ്ട് സൈഡിലും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. പക്ഷെ ആ തടസ്സം അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ബ്ലോക്കേജ് ഉടനെ മാറുന്നതായിട്ട് അവിടെ കാണുന്നില്ല കേട്ടോ. അവിടെ സെൽഫ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അവരായിട്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ ബ്ലോക്ക് മാറ്റാൻ അവർ തയ്യാറായിട്ടില്ല ഇതുവരെയും. അത് കുറച്ച് നാളുകൂടി അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ നമ്പർ 7, നമ്പർ 4, നമ്പർ 9 എല്ലാം സ്വാട്സും വോൺസും ആണ്. തടസ്സം തന്നെയാണ് അവിടെ കാണുന്നത്. ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ക്ലാരിഫൈ 3 of Swords. Clarify 3 of Swords. Clarify 3 of Swords. Emperor, 8 of Swords. അവിടെ ഫാദറിൻ്റെ ഇൻ്റർഫിയറൻസ് മൂലം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കും കേട്ടോ. കാരണം ഇവരുടെ ഫാദർ എന്ന് പറയുന്ന പേഴ്സൺ ഈ കുറച്ച് കാസ്റ്റ്, കൾച്ചർ, റിലീജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ കുറച്ച് ബലമായിട്ട് പിടിച്ച് വെക്കുന്ന ഒരാളാണ്. ഇവർ പറയുന്നതാണ് ഇവരുടെ വീട്ടിൽ നിയമം എന്നുള്ള രീതിയിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ഇവരുടെ മൊബൈൽ വരെ വാങ്ങിച്ച് ഇവർ നോക്കുന്നുണ്ടാവും. അത്രയും റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഇവരുടെ ഈ ഫാദർ ഫിഗർ എന്ന് പറയുന്ന പേഴ്സൺ. ഫാദറോ ഫാദറിൻ്റെ സ്ഥാനത്തുള്ള ആരോ, അതായത് എൽഡർ ബ്രദറോ അങ്ങനെ മൂത്ത ചേട്ടൻ അങ്ങനെയൊക്കെ, അതായത് ഇവരെ കൺട്രോൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാൾ. ഓക്കെ, അവർ ഒരു മേജർ തടസ്സമായിട്ട് അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അങ്ങ് കൈയും കാലും കെട്ടിയിട്ട രീതിയിൽ ഇരിക്കുകയാണ്. അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല കേട്ടോ. അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. ഇവരുടെ കൺട്രോള് അവിടെ നിന്ന് മാറിയിട്ടില്ല. അച്ഛൻ്റെ സിറ്റുവേഷൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നമ്പർ 3, നമ്പർ 4, നമ്പർ 8 എംപറ വെച്ചിട്ട് ഏരീസ് മേടരാശി. ദെൻ സ്വാട്സ് ആണ്. പിന്നെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം ആൻഡ് വീണ്ടും സ്വാട്സ് തന്നെയാണ്. സ്വാട്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ കാണുന്നത്. ഓക്കെ, ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. 9 of Pentacles and 5 of Pentacles. അതായത് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ സ്ലോയിങ് ഡൗൺ എനർജിയാണ് കേട്ടോ. അതായത് ഇവരുടെ ജോലിയിലാണ് ഇപ്പോൾ, സ്വന്തം കാര്യത്തിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് പൈസ സമ്പാദിക്കുക, അവരുടെ കാര്യം. അവർക്ക് 5 of Pentacles കുറച്ച് ഫൈനാൻസിന് ഭയങ്കരമായ ബുദ്ധിമുട്ട് ഉള്ള ഒരു കാർഡാണ്. അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂ ഉള്ള ഇതാണ്. ഇവർക്കോ ഇവരുടെ വീട്ടിൽ ആർക്കെങ്കിലുമോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർക്ക് അവിടെ പൈസ സമ്പാദിച്ചേ മതിയാകും. അല്ലെങ്കിൽ വീട്ടിൽ ലോണ് കാര്യങ്ങൾ കടം വാങ്ങിച്ച് കാണും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കുറച്ച് ഫൈനാൻഷ്യലി കുറച്ച് വളരെ കാര്യമായി ബുദ്ധിമുട്ടുന്നതായിട്ട് കാണുന്നു. അപ്പോൾ അവർക്ക് അവിടെ അവരുടെ ജോലിയിലും കരിയറിലും ഫൈനാൻസസിലും ശ്രദ്ധിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ അതാണ് അവിടെ മേജർ തടസ്സം. അവിടെ അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അടുത്തേക്ക് അവർക്ക് വരാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള എനർജി കുറച്ച് സ്ലോ ഡൗൺ ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ആ ഒബ്സ്റ്റിക്കിൾ പെട്ടെന്ന് മാറുന്നതല്ല. കാരണം ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി എന്ന് പറയുന്ന കുറേ സമയം എടുത്തിട്ടേ നമുക്ക് ശരിയാവുകയുള്ളൂ കേട്ടോ. നമ്പർ 9, നമ്പർ 5 ആണ് അവിടെ കാണുന്നത്. ഓക്കെ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം കംപ്ലീറ്റ് അത് തന്നെയാണ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് വോൺസ്. നൈറ്റ് ഓഫ് വോൺസ് ബോട്ടം ഓഫ് ദി ഡെക്കാണ്. ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കാം. ക്ലാരിഫൈ നൈറ്റ് ഓഫ് വോൺസ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് വോൺസ്. ക്ലാരിഫൈ നൈറ്റ് ഓഫ് വോൺസ്. ഹൈ പ്രീസ്റ്റസ്, പേജ് ഓഫ് സ്വാർഡ്സ്. ഇവിടെ അതിൻ്റെ തൊട്ട് താഴെ ഏസ് ഓഫ് കപ്സും ആയിരുന്നു കേട്ടോ. അപ്പോൾ സ്നേഹമുണ്ട്. പേജ് ഓഫ് സ്വാർഡ്സ്, ഹൈ പ്രീസ്റ്റസ്, നൈറ്റ് ഓഫ് വോൺസ്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്ന അവരുടെ അമ്മയുടെ എനർജി ആയിട്ടാണ് ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുക. പേജ് ഓഫ് സ്വാർഡ്സ് ഒരു സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും.
അവിടെ എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ ഇവരുടെ മദർ സമ്മതിക്കില്ല എന്ന് തന്നെയാണ്. ഓക്കെ, കാരണം ഇവർ മദറിന് ഡിപ്പെൻഡൻ്റ് ആണ് അവിടെ. ക്ലാരിഫൈ ഹൈ പ്രീസ്റ്റസ്, ക്ലാരിഫൈ ഹൈ പ്രീസ്റ്റസ്, ക്ലാരിഫൈ ഹൈ പ്രീസ്റ്റസ്, 7 ഓഫ് കപ്സ്. അതായത് അവരവിടെ പറയുകയാണ് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങളുടെ ഇപ്പോഴത്തെ റെസ്പോൺസിബിലിറ്റി എന്താണ്? പഠിക്കുക എന്നുള്ളത്. സ്പെസിഫിക്കലി സ്റ്റുഡൻസിനുള്ളതാണത് കേട്ടോ. അവിടെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ചുമതല. ഇപ്പോൾ അവിടെ എടുത്തു ചാടി അല്ലെങ്കിൽ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും, ഇതൊക്കെ ചെറുപ്പത്തിൻ്റെ എടുത്തു ചാട്ടമാണ്. അതുകൊണ്ട് അവിടെ ഇപ്പോൾ അതിലേക്കൊന്നും റിലേഷൻഷിപ്പ് ഒന്നിലേക്കും ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട, പഠിത്തത്തിലേക്ക് ഫോക്കസ് ചെയ്യൂ എന്ന് ഇവരുടെ മദർ അവരുടെ അടുത്ത് പറയുന്നുണ്ടായിരിക്കും കേട്ടോ. അമ്മയുടെ കൺട്രോൾ അവിടെ നല്ല പോലെ ഉള്ളതായിട്ടാണ് കാണുന്നത്. ഇത് പഠിത്തമൊക്കെ കഴിഞ്ഞ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുമ്പോൾ മാത്രമേ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊക്കെ ഇവർക്ക് ആലോചിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ആസ് ഇറ്റ് ഈസ് അമ്മയുടെ കൺട്രോളിൽ തന്നെയാണ്. അമ്മ മൊബൈൽ വരെയും വാങ്ങിച്ച് വെച്ച് കാണും. നിങ്ങൾക്ക് ഒരു മെസ്സേജോ കോളോ ഒന്നും ഇവർക്ക് ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്, പക്ഷെ അവിടെ തടസ്സമായിട്ടാണ് കാണുന്നത് കേട്ടോ. നമ്പർ 7, നമ്പർ 2 അത്രയാണ് അവിടെ കാണുന്നത്. ഹൈ പ്രീസ്റ്റസ് വെച്ച് മീനരാശി, പൈസസ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം എല്ലാ രാശിയും തന്നെ ഉണ്ട്. വോൺസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇത്രയും അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സണിൻ്റെയും നിങ്ങളുടെയും ഇടയിലുള്ള ഒബ്സ്റ്റേക്കിൾസും. അത് ഉടനെ മാറുന്നതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ചിലതൊക്കെ കുറച്ച് ടൈം എടുത്ത് മാത്രം മാറുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. എല്ലാം ഒരു ചക്രം മേലോട്ട് മാത്രം നിൽക്കില്ലല്ലോ, അത് കറങ്ങി താഴോട്ടും വരും. വീൽ ഓഫ് ഫോർച്യൂൺ പറഞ്ഞതുപോലെ അല്ലേ, എല്ലാത്തിനും മുകളിലേക്ക് പോകുന്നുണ്ട്, താഴേക്കുണ്ട്, താഴേക്ക് പോകുന്നുണ്ട്, മുകളിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഒരു ഭാഗത്ത് കറങ്ങി നിൽക്കില്ല, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. മാറി വരും, എനർജീസ് മാറി വരും. ഓക്കെ, അതുവരെയും പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ. മെസ്സേജസ് ഞാൻ ഇന്ന് ഇതിലേക്ക് നമ്മുടെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ മെസ്സേജസ് ആയിരുന്നു, അത് കണ്ടോളൂ. ഓക്കെ, അപ്പം ഇന്ന് ആർക്കും സമയം ഉണ്ടാവില്ല, പൂജയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ വലിച്ചു നീട്ടുന്നില്ല, അതിന് മെസ്സേജസ് ഒന്നും നോക്കുന്നില്ല. ഓക്കെ, നമുക്കിനി വിജയദശമിയുടെ ഒന്ന് കാണാം. അതുവരെ എല്ലാവരും പ്രാർത്ഥിച്ച് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. അടുത്ത ആഴ്ച നമുക്ക് ലൈവ് വരാം. ഓക്കെ, വിജയദശമി കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാൻ ലൈവിൽ വരാം. ഓക്കെ ദെൻ, അതുവരെയും ഹാപ്പി ആയിരിക്കുക, സേഫായിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.